ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ വേറെ ആളെ നിർത്തിയിട്ടുണ്ടോ? ഇല്ല, ഇത്രയും നാളും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്റെ ആരെ കൊത്തിക്കൊണ്ടു പോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം അമേരിക്കയ്ക്ക് ശേഷം വീണ്ടും ഹിറ്റിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കരിയറിലെ ഏറ്റവും നല്ലൊരു പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം തന്നെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇങ്ങനൊരു നല്ല സമയവും മോശ സമയവും വരും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു വലിയ മോശ സമയത്തിന് ശേഷം വരുന്നൊരു നല്ല സമയം ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം തന്നെയുണ്ട്. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. ലെറ്റ്സ് സീ. ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ വേറെ ആളെ നിർത്തിയിട്ടുണ്ടോ? ഇല്ല, ഇത്രയും നാളും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്റെ ആരെ കൊത്തിക്കൊണ്ടു പോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസസ് എന്നൊക്കെ തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ്. ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ്, പക്ഷെ മൊത്തത്തിൽ ഒരടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. അതിന്റെ വ്യത്യാസങ്ങളായിരിക്കും. തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. നോക്കാം. കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു, ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാജുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും അതേപോലത്തെ ഒരു മെസ്സേജ് ഞാൻ അയച്ച ഒരു താങ്ക് യു മെസ്സേജ് റിപ്ലൈ ആയിട്ട് സെയിം മെസ്സേജ് എനിക്ക് വന്നു. എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് ആലോചിക്കണം അദ്ദേഹം. ഇനീഷ്യലി ഇത് പിച്ച് ചെയ്ത സമയത്ത് ആദ്യം പറഞ്ഞത് മമ്മൂക്കയുടെയാണെന്ന് പറഞ്ഞു. അപ്പൊ തന്ന ഇൻപുട്ടും ക്ലൈമാക്സ് ഏരിയയിൽ തന്ന ഇൻപുട്ടും മമ്മൂക്കയാണെന്ന് പറഞ്ഞു. അപ്പാർട്ട് ഫ്രം ദാറ്റ് മമ്മൂക്ക തന്നിട്ടുള്ള കഥ കേട്ടോടനെ സ്പാർക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എനിക്കിതിൽ സിനിമ കണ്ടവർക്കറിയാം, ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആലോചന എടുത്ത് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മൂക്കയോട് പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായ സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറഞ്ഞു തന്നു. അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത്. അത് ശരിക്കും നടന്ന സംഭവമാണ്, അവർക്കിടയിൽ നടന്ന സംഭവമാണ്. അത് സിനിമ കാണുന്നവർക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇപ്പോഴും ഞങ്ങൾ അതേ ഡൽഹിയിൽ തന്നെയാണുള്ളത്.